തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ ഭരണസമിതിയുടെ അഴിമതികൾ പരിശോധിക്കുമെന്ന് വി രാജേഷ്. തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കും. 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്തെ മേയർ ആരെന്ന് BJP സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്നും വി രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ മേയറായിരുന്ന ചർച്ചകൾ സജീവമാകുകയാണ്. സമയബന്ധിതമായി BJP സംസ്ഥാന അധ്യക്ഷൻ മേയറാരെന്ന് പ്രഖ്യാപിക്കുമെന്നാണ് അഭ്യൂഹങ്ങളോടുള്ള വി രാജേഷിന്റെ പ്രതികരണം. BJPയുടെ സംഘടനാ രീതികൾക്കനുസരിച്ച് തീരുമാനമുണ്ടാകും. സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം കമ്മ്യൂണിക്കേറ്ററിൻ്റെ മേഖലകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം എനിക്കൊന്ന് കൃത്യസമയത്ത് തന്നെ പറയും. എന്തായാലും ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുൻപും ഞങ്ങൾ മുന്നിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച മുദ്രാവാക്യങ്ങൾ കൃത്യമായിട്ട് ഫീൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭരണസമിതി, ഒരു മേയർ മാത്രമല്ലല്ലോ ഭരിക്കുന്നത്. അപ്പോൾ അതിന് കേപ്പബിളായിട്ടുള്ള തിരുവനന്തപുരം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണസമിതി സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിക്കും. BJP ഭരണസമിതി അധികാരത്തിലേറി കഴിയുമ്പോൾ മുൻ ഭരണസമിതിയുടെ അഴിമതികൾ പരിശോധിക്കും. സാധാരണക്കാരൻ്റെ പണം അപഹരിച്ചവരെ വെറുതെ വിടില്ല. ഇപ്പോൾ അതിൽ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ FIR ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ കാര്യം ഇപ്പം ഞങ്ങൾ ഇത്രയും കാലം പരിശോധിച്ചൊക്കെ തന്നെ പുറത്തു നിന്ന് വിവരാവകാശം വഴി കിട്ടുന്ന രേഖകൾ നിങ്ങളൊക്കെ എടുക്കുന്ന മാധ്യമപ്രവർത്തകർ, അതിലപ്പുറം ഫയലൊന്നും ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ള സാഹചര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങളുടെ നികുതി പണം, സംസ്ഥാന അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞു, ജനങ്ങളുടെ നികുതി പണം കട്ടെടുത്തവർ, ജനങ്ങളുടെ പണം മിസ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ നിയമത്തിന് മുമ്പിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്തെത്തിച്ച് നഗരവികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്ന പ്രഖ്യാപനവും നടപ്പിലാക്കും. 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. ഇപ്പോൾ പ്രധാനമന്ത്രി 45 ദിവസത്തിനകം എത്തും എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞതില്ല. അതായത് ഇന്നലെ കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ 1-ാമത്തെ ദിവസം ആവുകയാണ്. 45 ദിവസം എന്ന് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല. എന്നാണ് എത്തുന്നത്, എപ്പോഴാണ് എത്തുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയല്ലേ. സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രി വരുന്നത് ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ നഗരത്തിനെ കുറിച്ചുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾക്കാണ്. അതിനുള്ള തയ്യാറെടുപ്പിൻ്റെ സമയം, മിനിമം സമയം, അതിനുള്ള സമയം സംസ്ഥാന അധ്യക്ഷൻ അത് കോർഡിനേറ്റ് ചെയ്യും. തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കും. ത്രിപുരയിലും ബംഗാളിലുമൊക്കെ സംഭവിച്ചതുപോലെയുള്ള മാറ്റത്തിന് തിരുവനന്തപുരത്തെ BJP വിജയം നിമിത്തമാകുമെന്നും വി രാജേഷ് ജനം TVയോട് പറഞ്ഞു. ഏത് പ്രശ്നങ്ങളും ഇപ്പോൾ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ സ്ട്രേ ഡോഗ്സിൻ്റെ ഇഷ്യൂസ്, ഇതൊക്കെ ഇപ്പോൾ വെള്ളക്കെട്ട് സിറ്റിയിൽ ഇതൊക്കെയാണല്ലോ അടിയന്തരമായിട്ട് ഇതൊക്കെ പറയുമ്പോഴേക്കും ഏത് തരത്തിൽ പരിഹരിക്കാമെന്നുള്ള സൊല്യൂഷൻ, സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കുക, ഏത് പോയിന്റിൽ കോൺടാക്ട് ചെയ്യാൻ നടക്കും. അപ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനും കോർപ്പറേഷനും ഇടയ്ക്കൊരു ബ്രിഡ്ജായി നിൽക്കുവാനുള്ള മാനസികാവസ്ഥയും എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഞങ്ങളെക്കാൾ ആവേശത്തിൽ നിൽക്കും. ജനം, തിരുവനന്തപുരം.